ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും PYQ സ്റ്റഡി സ്റ്റുഡിയോയിലേക്ക് സ്വാഗതം. കേരള PSC ഇന്ന് നടത്തിയ ക്ലർക്ക് പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണിത്. കന്നഡയും മലയാളവും അറിയാവുന്നവർക്കായിട്ടുള്ള ക്ലർക്ക് പരീക്ഷയായിരുന്നു. ഇതിലെ GK, മലയാളം, ഇംഗ്ലീഷ് പാർട്ടിലെ ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളുമാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 92/2024 ആണ്. കാറ്റഗറി നമ്പർ 516/2023, 517/2023, 518/2023 ആണ്. ചോദ്യങ്ങൾ നോക്കാം. കുട്ടികളിലെ എല്ലുകളെ ദുർബലപ്പെടുത്തുന്ന റിക്കറ്റ്സ് എന്ന അവസ്ഥ പലപ്പോഴും ഉണ്ടാകുന്നത് ശരീരത്തിൽ ഡാഷ് കുറയുന്നത് മൂലമാണ്. റിക്കറ്റ്സ് ഉണ്ടാകുന്നത് ജീവകം ഡിയുടെ കുറവ് മൂലമാണ്. ഓപ്ഷൻ സി ആണ് ഉത്തരം. ഓപ്ഷൻ സി. അടുത്ത ക്വസ്റ്റ്യൻ, മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി സ്റ്റേപ്പിസ്. ഓപ്ഷൻ ബി സ്റ്റേപ്പിസ്. 43ാമത്തെ ചോദ്യം, ഓസോൺ പാളിയുടെ കനം കുറയുന്നതിന് പ്രധാനമായും കാരണമാകുന്നത്. ഓസോൺ പാളിയുടെ കനം കുറയുന്നതിന് പ്രധാനമായും കാരണമാകുന്നത് ക്ലോറോ ഫ്ലൂറോ കാർബണുകൾ അഥവാ CFC. ക്ലോറോ ഫ്ലൂറോ കാർബണുകൾ അഥവാ CFC. 44ാമത്തെ ചോദ്യം, സിക്ക വൈറസ് രോഗം പ്രധാനമായും പകരുന്നത് ഡാഷ് വഴിയാണ്. സിക്ക വൈറസ് രോഗം പരത്തുന്നത് ഈഡിസ് കൊതുകാണ്. ഓപ്ഷൻ സി ആണ് ഉത്തരം, കൊതുക് കടി. അടുത്ത ക്വസ്റ്റ്യൻ, ഭൂമധ്യരേഖയ്ക്കടുത്ത് വെച്ച് മാസും ഭാരവും നിർണയിച്ച ഒരു വസ്തു ഭൂമിയുടെ ധ്രുവപ്രദേശത്ത് വച്ചിരിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? ക്വസ്റ്റ്യൻ ഒന്നുകൂടെ വായിക്കാം. ഭൂമധ്യരേഖയ്ക്കടുത്ത് വെച്ച് മാസും ഭാരവും നിർണയിച്ച ഒരു വസ്തു ഭൂമിയുടെ ധ്രുവപ്രദേശത്ത് വച്ചിരിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന. മാസ് മാറുന്നില്ല, ഭാരം ഏറ്റവും കൂടുതൽ. ഓപ്ഷൻ എ ആണ് ഉത്തരം. മാസ് മാറുന്നില്ല, ഭാരം ഏറ്റവും കൂടുതൽ. 46ാമത്തെ ചോദ്യം, ഒരു വസ്തുവിന്റെ പ്രവേഗം ഇരട്ടിയായാൽ ഗതികോർജം. ഒരു വസ്തുവിന്റെ പ്രവേഗം ഇരട്ടിയായാൽ ഗതികോർജം 4 മടങ്ങാകും. ഓപ്ഷൻ സി, ഗതികോർജം 4 മടങ്ങ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. പ്രകാശ പ്രകീർണനത്തിന് കാരണമായ പ്രതിഭാസം ഏതാണ്? പ്രകാശ പ്രകീർണനത്തിന് കാരണമായ പ്രതിഭാസം അപവർത്തനം. ഓപ്ഷൻ ബി അപവർത്തനം. 48ാമത്തെ ചോദ്യം, ഉത്കൃഷ്ടവാതകങ്ങൾ അഥവാ അലസവാതകങ്ങൾ പീരിയോഡിക് ടേബിളിൽ ഏത് ഗ്രൂപ്പിൽ പെടുന്നു? ഉത്കൃഷ്ടവാതകങ്ങൾ അഥവാ അലസവാതകങ്ങൾ 18ാം ഗ്രൂപ്പിലാണ്. ഓപ്ഷൻ സി 18ാം ഗ്രൂപ്പ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. മർദ്ദം സ്ഥിരമായിരിക്കുമ്പോൾ ഒരു നിശ്ചിത മാസ് വാതകത്തിന്റെ വ്യാപ്തം താപനിലയോട് എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു? മർദ്ദം സ്ഥിരമായിരിക്കുമ്പോൾ ഒരു നിശ്ചിത മാസ് വാതകത്തിന്റെ വ്യാപ്തം താപനിലയോട് നേർ അനുപാതത്തിലായിരിക്കും. ഓപ്ഷൻ എ, താപനിലയോട് നേർ അനുപാതത്തിലായിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ, കാർബണിന്റെ രൂപാന്തരമായ വജ്രത്തെ കുറിച്ച് തെറ്റായ പ്രസ്താവന അഥവാ പ്രസ്താവനകൾ ഏതെല്ലാം? കാർബണിന്റെ രൂപാന്തരമായ വജ്രത്തെ കുറിച്ച് തെറ്റായ പ്രസ്താവന അഥവാ പ്രസ്താവനകൾ ഏതെല്ലാം എന്നാണ് ചോദ്യം. 1, ശക്തിയായ സഹസംയോജക ബന്ധനമാണ് വജ്രത്തിന്റെ കാഠിന്യത്തിനു കാരണം. 2, വജ്രത്തിന് അപവർത്തനാങ്കം വളരെ കൂടുതലാണ്. 3, വൈദ്യുത ചാലകമായി പ്രവർത്തിക്കുന്നു. തെറ്റായിട്ടുള്ളത് വൈദ്യുത ചാലകമായി പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. 3 ആണ് തെറ്റായിട്ടുള്ളത്. ഓപ്ഷൻ ഡി. 51, ക്ഷേത്രപ്രവേശന വിളംബര പ്രഖ്യാപനം നടത്തിയതെന്ന്? ക്ഷേത്രപ്രവേശന വിളംബര പ്രഖ്യാപനം നടത്തിയത് 1936 നവംബർ 12. 1936 നവംബർ 12. ഓപ്ഷൻ ഡി. 52, ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ ആരായിരുന്നു? AK ഗോപാലൻ. ഓപ്ഷൻ സി AK ഗോപാലൻ. 53, 1846 കോട്ടയം മാന്നാനത്ത് സംസ്കൃത വിദ്യാലയം സ്ഥാപിക്കുന്നതിന് നേതൃത്വം കൊടുത്തത് ആര്? 1846 കോട്ടയം മാന്നാനത്ത് സംസ്കൃത വിദ്യാലയം സ്ഥാപിക്കുന്നതിന് നേതൃത്വം കൊടുത്തത്
മാർ കുര്യാക്കോസ് ഏലിയാസ് ചാവറ. ഓപ്ഷൻ ബി. 54. സ്വദേശാഭിമാനി ദിനപത്രത്തിന്റെ ഉടമസ്ഥൻ ആരായിരുന്നു? സ്വദേശാഭിമാനി ദിനപത്രത്തിന്റെ ഉടമസ്ഥൻ വക്കം അബ്ദുൽ ഖാദർ മൗലവി. ഓപ്ഷൻ എ. വക്കം അബ്ദുൽ ഖാദർ മൗലവി. 55. കല്ലുമാല പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയ സാമൂഹ്യ പരിഷ്കർത്താവ്. കല്ലുമാല പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയ സാമൂഹ്യ പരിഷ്കർത്താവ് അയ്യൻകാളി. ഓപ്ഷൻ ബി. അയ്യങ്കാളി. 56. ആത്മവിദ്യാ കാഹളം എന്ന ഗ്രന്ഥം രചിച്ചതാര്? വാഗ്ഭടാനന്ദൻ. ആത്മവിദ്യാ കാഹളം എന്ന ഗ്രന്ഥം രചിച്ചത് വാഗ്ഭടാനന്ദൻ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 57. നീലദർപ്പൺ എന്ന നാടകത്തിന്റെ രചയിതാവ്. നീലദർപ്പൺ എന്ന നാടകത്തിന്റെ രചയിതാവ് ദീനബന്ധുമിത്ര. ഓപ്ഷൻ ബി. ദീനബന്ധുമിത്ര. 58. ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യത്തെ സത്യാഗ്രഹം. ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യത്തെ സത്യാഗ്രഹം ചമ്പാരൻ സത്യാഗ്രഹം. ഓപ്ഷൻ സി. ചമ്പാരൻ. 59. വടക്കു പടിഞ്ഞാറൻ ഇന്ത്യയിൽ സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം നൽകിയ നേതാവ്. വടക്കു പടിഞ്ഞാറൻ ഇന്ത്യയിൽ സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം നൽകിയ നേതാവ് ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ. ഓപ്ഷൻ ഡി. ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ. 60. 1.25 കോടി മലയാളികൾ എന്ന ഗ്രന്ഥം രചിച്ചത് ആരാണ്? 1.25 കോടി മലയാളികൾ എന്ന ഗ്രന്ഥം രചിച്ചത് EMS നമ്പൂതിരിപ്പാട്. ഓപ്ഷൻ സി. 61 മുതൽ മലയാളം ക്വസ്റ്റ്യൻസ് ആണ്. ചുവടെ തന്നിട്ടുള്ളവയിൽ മറ്റൊരാളിൽ കാണപ്പെടാത്തത് എന്നർത്ഥം വരുന്ന പദം. മറ്റൊരാളിൽ കാണപ്പെടാത്തത് എന്നർത്ഥം വരുന്ന പദം അന്യാദൃശം. ഓപ്ഷൻ ഡി. അന്യാദൃശം. 62. ശരിയായ വാക്യം തിരഞ്ഞെടുക്കാനാണ്. 1. മുഖ്യമന്ത്രിയെ കാണാനും പരാതി നൽകുന്നതിനും പോയി. 2. വാഹനാപകടത്തിൽ ഏകദേശം 10ഓളം പേർ മരിച്ചതായി പറയപ്പെടുന്നു. 3. കേരളത്തിൽ പുരുഷന്മാരെ അപേക്ഷിച്ച് താരതമ്യേന സ്ത്രീകളാണ് കൂടുതൽ. 4. വൃദ്ധനായ ഒരു പുരുഷൻ സ്വയം ആത്മഹത്യ ചെയ്തു. ശരിയായ വാക്യം തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞേക്കുന്നത്. ഇതിൽ തന്നിരിക്കുന്ന 4ഉം തെറ്റാണ്. ഓപ്ഷൻ ഡി. 63. ശരിയായ പദം തിരഞ്ഞെടുക്കാനാണ്. ഘടകവിരുദ്ധമാണ് കണ്ടെത്തേണ്ടത്. ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ളത്. ഘടകവിരുദ്ധം. ഓപ്ഷൻ ബി. 64. തിരനോട്ടം എന്ന ശൈലി സൂചിപ്പിക്കുന്നത്. തിരനോട്ടം എന്ന ശൈലി സൂചിപ്പിക്കുന്നത് അല്പാൽപമായി സൂചനകൾ നൽകുന്നത്. ഓപ്ഷൻ സി. അല്പാൽപമായി സൂചനകൾ നൽകുന്നത്. ഓപ്ഷൻ സി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 65. മൃത്തിക എന്തിന്റെ പര്യായമാണ്? മൃത്തിക മണ്ണ്. ഓപ്ഷൻ ബി. മൃത്തിക മണ്ണ്. 66. നൈതികം എന്നാൽ നീതിയെ സംബന്ധിച്ചത്. ഓപ്ഷൻ ഡി. നീതിയെ സംബന്ധിച്ചത്. 67. എരി പ്ലസ് തീ ചേർത്തെഴുതിയാൽ എരിതി. ഓപ്ഷൻ സി. എരിതി. 68. തെറ്റായ ജോഡി കണ്ടെത്താനാണ്. ഇതില് ഊഷരം ശീതളമാണ് തെറ്റായിട്ടുള്ളത്. ഓപ്ഷൻ ബി ആണ് തെറ്റായിട്ടുള്ളത്. ഊഷരം ശീതളം. 69. ജസ്റ്റ് അറൌണ്ട് ദ കോർണർ എന്നതിന്റെ ഏറ്റവും ഉചിതമായ മലയാള പരിഭാഷ ഏതാണ്? ജസ്റ്റ് അറൌണ്ട് ദ കോർണർ ഉടനടി നടക്കാനിടയുള്ള കാര്യം. ഓപ്ഷൻ ബി ആണ് ഉത്തരം. ഉടനടി നടക്കാനിടയുള്ള കാര്യം. ക്വസ്റ്റ്യൻ നമ്പർ 70. ശരിയായ ഒറ്റപ്പദം അഥവാ ഒറ്റപ്പദങ്ങൾ കണ്ടെത്തുക. 1. ലിംഗത്തെ സംബന്ധിച്ചത് ലൈംഗികം. 2. വ്യാകരണത്തെ സംബന്ധിച്ചത് വൈയാകരണം. 3. പിതാവിനെ സംബന്ധിച്ചത് പൈതൃകം. 4. കുടിക്കാൻ ആഗ്രഹമുള്ളവൻ പിപാസു. ശരിയായതാണ് ചോദിച്ചേക്കുന്നത്. തന്നിരിക്കുന്ന 4ഉം ശരിയാണ്.
ഓപ്ഷൻ ഡി. 4 ശരിയാണ്. 71. താഴെ കൊടുത്തിരിക്കുന്നതിൽ ശരിയായ രൂപം ഏത്? ശരിയായിട്ടുള്ളത് ഓപ്ഷൻ എ ആണ്, ജഡിലം. ഓപ്ഷൻ എ. 72. ഇരുമ്പ് എന്ന വാക്കിന്റെ പര്യായം താഴെ തന്നിട്ടുള്ളവയിൽ ഏതാണ്? ഇരുമ്പ് എന്ന വാക്കിന്റെ പര്യായം താഴെ തന്നിട്ടുള്ളവയിൽ ഏതാണ്? ഓപ്ഷൻ ബി, ആയസം. 73. ശരിയായ വാക്യം അഥവാ വാക്യങ്ങൾ ഏത്? 1. 500 തേങ്ങകൾ വിറ്റു. 2. 20 പശുക്കൾ വാങ്ങി. 3. 30 കുട്ടികൾ വന്നു. 4. 15 മാങ്ങകൾ കൊടുത്തുവിട്ടു. ശരിയായിട്ടുള്ളതാണ് ചോദ്യം. 20 പശുക്കൾ വാങ്ങി, 30 കുട്ടികൾ വന്നു. 2ഉം 3ഉം ആണ് ശരി. ഓപ്ഷൻ ബി. 74. ഗുരുക്കൾ എന്ന പദത്തിലെ വചനം ഏതാണ്? പൂജക ബഹുവചനം. ഓപ്ഷൻ സി, ഗുരുക്കൾ പൂജക ബഹുവചനം. 75. ശരിയായ വാക്യം അഥവാ വാക്യങ്ങൾ തിരഞ്ഞെടുക്കുക. 1. സത്യം പറയുക എന്നത് ആവശ്യമാണ്. 2. സ്വഭാഷയെ ദുഷിപ്പിക്കാതിരിക്കേണ്ടത് നമ്മുടെ കടമയാണ്. 3. നിത്യവും വ്യായാമം ചെയ്യണമെന്നുള്ളത് അത്യാവശ്യമാണ്. ശരിയായിട്ടുള്ളതാണ് ചോദ്യം. തന്നിരിക്കുന്ന 3ഉം തെറ്റാണ്. ഓപ്ഷൻ ബി. 76. ശരിയായ പദം ഏത്? ആദരാഞ്ജലികളുടെ ശരിയായിട്ടുള്ളത് ഓപ്ഷൻ ബി, ആദരാഞ്ജലികൾ. ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ളത്. 77. കടബാധ്യത വിഗ്രഹിച്ചാൽ. കടം മൂലം ഉണ്ടാകുന്ന ബാധ്യത കടബാധ്യത. ഓപ്ഷൻ ഡി, കടം മൂലം ഉണ്ടാകുന്ന ബാധ്യത. 78. കരചരണാദികൾ ഘടകപദങ്ങളാക്കിയാൽ. കരചരണാദികൾ കരം, ചരണം മുതലായവ. ഓപ്ഷൻ ബി, കരം, ചരണം മുതലായവ. 79. നിരാമയൻ എന്നാൽ. നിരാമയൻ എന്നാൽ ദുഃഖമില്ലാത്തവൻ. ഓപ്ഷൻ സി, ദുഃഖമില്ലാത്തവൻ. 80. താഴെ കൊടുത്തിരിക്കുന്നതിൽ തെറ്റായി പിരിച്ചെഴുതിയിരിക്കുന്നത് ഏത്? തെറ്റായി പിരിച്ചെഴുതിയിരിക്കുന്നത് വാഗ്ദേവതയാണ്. ഓപ്ഷൻ സി, വാക് പ്ലസ് ദേവതയാണ് വാഗ്ദേവത. ഓപ്ഷൻ സി ആണ് തെറ്റായിട്ടുള്ളത്. 81 മുതൽ ഇംഗ്ലീഷ് ആണ്, നോക്കാം. Complete the given sentence using a suitable preposition. Suitable preposition. There was nothing There was nothing importunate dash him. At ആണ് ഉത്തരം. ഓപ്ഷൻ ബി, at. സോറി, അറ്റല്ല, about. ഓപ്ഷൻ ഡി ആണ്, about ആണ് വരേണ്ടത്. There was nothing importunate about him. 82. Use an appropriate article. In many countries, it is important to have dash here to carry on the family name. Article ആണ് ഓപ്ഷൻ ബി, an. 83. Which of the following is correctly spelled? Quintessential ആണ് ഓപ്ഷൻ എ. കറക്റ്റ് സ്പെൽറ്റ് ഓപ്ഷൻ എ ആണ്, ക്വിൻറ്റസെൻഷ്യൽ. 84. Everybody has avoided discussing the critical issues during the meeting. Choose the most suitable question tag from the options given. Question tag ആണ് haven't they. ഓപ്ഷൻ സി, haven't they ആണ് ആൻസർ. 85. Complete the given sentence using a suitable phrasal verb. The sailor was dash on a remote island after the storm wrecked his ship. Cast away. Option B, cast away. 86. Choose the word that can suitable
that can substitute the given group of words. A student with the highest rank in a class. A student with the highest rank in a class. Valedictorian ആണ് ഓപ്ഷൻ എ, valedictorian. 87. Which of the following words is not a compound word? ഓപ്ഷൻ ഡി, പ്ലേഫുൾ ആണ് ആൻസർ. 88. Choose the correct combination that shows noun to adjective transformation with a suffix. Friend, friendly എന്നുള്ളതാണ് കറക്റ്റ്. ഓപ്ഷൻ ഡി, ഫ്രണ്ട്, ഫ്രണ്ട്ലി. 89. Identify the underlined word with the correct parts of speech. The factory discharged its waste downstream, causing pollution in the nearby communities. Downstream ആണ് അണ്ടർലൈൻ ചെയ്തേക്കുന്നത്. ആഡ്വർബ് ആണ്. ആഡ്വർബ്. ഓപ്ഷൻ സി, ആഡ്വർബ്. 90. Choose the one word substitution for a person who prepares and sells coffee. A person who prepares and sells coffee. One word ആണ് ചോദിച്ചേക്കുന്നത്. ബാരിസ്റ്റ. ഓപ്ഷൻ ഡി, ബാരിസ്റ്റ. 91. Choose the correct form of verb given below. The delicious aroma of freshly prepared meals dash from the kitchen. Wafts. Option C, wafts. 92. Complete the given sentence using a suitable collective noun. The tourist enjoyed watching the mesmerizing moment of the dash of fish gliding through the water. ഓപ്ഷൻ സി, ക്ഷമിക്കണം, ഓപ്ഷൻ ബി, സ്കൂൾ, സ്കൂൾ ഓഫ് ഫിഷ്. 93 നോക്കാം. Complete the unreal conditional clause with the suitable option given below. Dash if you had won the lottery. Option A, what would you have done? Option A, what would you have done? 94. Choose the correct alternative from those given as options. Bring a jacket in case dash. Bring a jacket in case it gets cold later. Option C, it gets cold later. 95. Rewrite the sentence using so that. The movie was too scary for me to watch it alone. Rewrite ചെയ്യാനാണ്. The movie was so scary that I couldn't watch it alone. Option B ആണ് ഉത്തരം. The movie was so scary that I couldn't watch it alone. 96. Choose the correct alternative from those given as options. When he returned home, dash. When he returned home, he found that his cat had knocked over the vase. Option D. Option D ആണ് ഉത്തരം. He found that his cat had knocked over the vase. 97. Read the following sentence and begin with the scarcely. He received the message from headquarters. Soon he started. Scarcely had he received the message from headquarters when he started. Option D ആണ്. Scarcely ചേർത്ത് റീറൈറ്റ് ചെയ്യാനാണ്. ഓപ്ഷൻ ഡി. 98. Report the following sentence. Did you watch the film after you finished reading the book? Report ചെയ്യാനാണ്. She asked me if I had watched the film after I have finished reading the book. Option C. She asked me if I had watched the film after I had finished reading the book. 99. Choose the most suitable passive voice of the given sentence from the options.
പാസീവ് വോയിസ് ആണ്. ഡിഡ് ദേ ലെൻഡ് ഹിം സം മണി? ഡിഡ് ദേ lend him some money? Was he lend some money? ഓപ്ഷൻ എ ആണ് ഉത്തരം. Was he lend some money? 100. Find out the meaning of the idiom underlined. After her divorce, she turned the corner and became happier than ever. അണ്ടർലൈൻ ചെയ്തിരിക്കുന്നത് ടേൺ ദ കോർണർ ആണ്. ടു പാസ് ദ ക്രൈസിസ് എന്നാണ് ആൻസർ. ബി, ഓപ്ഷൻ ബി, ടു പാസ് ദ ക്രൈസിസ്. ഓക്കെ ഫ്രണ്ട്സ്, ഈ ക്വസ്റ്റ്യന്റെ PDF ആവശ്യമുള്ളവര് PYQ സ്റ്റഡി സ്റ്റുഡിയോ എന്ന് പറയുന്ന ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. ക്വസ്റ്റ്യൻ പേപ്പർ PDF-ഉം പ്രൊവിഷണൽ ആൻസർ കീയും ചാനലിൽ അപ്ലോഡ് ചെയ്തേക്കാം. ഓക്കെ, താങ്ക് യു ഫ്രണ്ട്സ്, താങ്ക് യു ഫോർ വാച്ചിങ്. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.